ഹായ് ഗായ്സ്. അപ്പം ഞാനിന്ന് വന്നത് എൻ്റെ ഒരു വലിയൊരു അച്ചീവ്മെൻറ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഒരു കുക്കിംഗ് കോമ്പറ്റീഷനായിരുന്നു. അപ്പം ഞാൻ പഠിക്കുന്ന ഒരു കോളേജിൽ നിന്ന് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരിയിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു കോമ്പറ്റീഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്തത് പാലയിലായിരുന്നു. സെൻറ്റ് ജോസഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി എന്നാണ് അവിടെ പാലയിലുള്ള കോളേജ്. പിന്നെ അവിടെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരുന്നത് 28-ാം തീയതി ആയിരുന്നു. അപ്പോൾ 28-ാം തീയതി ഒരു 11:15 നമ്മുടെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു 1:15 വരെ നമുക്ക് സമയമുണ്ടായിരുന്നു. 2 മണിക്കൂറായിരുന്നു. അതായത് ഫുള്ള് നമ്മൾ പ്ലേറ്റ് ചെയ്യണം, 2 കോഴ്സ് മെനു ഉണ്ടാക്കണം, പിന്നെ ടേബിളൊക്കെ ക്ലീനാക്കി ഫുൾ നല്ല നീറ്റാക്കി വെക്കണം. അങ്ങനെ പിന്നെ അവരുടെ നിർദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിന് നഷ്ടപ്പെട്ട ഏതെങ്കിലും വിഭവമായിരിക്കണം. അങ്ങനെയായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അപ്പം നമ്മൾ അതിനനുസരിച്ച് പഴയ ആൾക്കാരോടൊക്കെ ചോദിച്ച്, പ്രായമായ ആൾക്കാരോടൊക്കെ നമ്മൾ ചോദിച്ച് അവരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ട് നമ്മുടെ കോളേജിലുള്ള മിസ്സുമാരാണെങ്കിലും സാറുമാരാണെങ്കിലും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ ആശയങ്ങളൊക്കെ നമ്മളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ വലിയൊരു നമുക്ക് ഫസ്റ്റിലേക്ക് എത്താനായിട്ട് ഈ 48 ടീം ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷനായിരുന്നു. അപ്പം അതിലൊരു ഫസ്റ്റ് എത്താന്ന് വെച്ചാൽ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ആഗ്രഹിച്ചാണ് നമ്മളവിടെ പോണത്. അതിൽ നിന്ന് ഒരു ഫസ്റ്റിലേക്ക് എത്താനായിട്ട് സഹായിച്ച എല്ലാവർക്കും, നമ്മുടെ നെയ്ബേഴ്സ് ആവട്ടെ, എല്ലാവരും എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഡിഗ്രി പഠിപ്പിച്ച മിസ്സുമാരാണെങ്കിലും എന്നെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് വലിയൊരു നന്ദി. ഇപ്പോൾ പഠിപ്പിക്കുന്നതായാലും എന്നെ കുഞ്ഞിലേ മുതൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സായാലും എല്ലാവർക്കും എൻ്റെ വളരെയധികം നന്ദി. എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യണമെങ്കിലും കൂടെ നിൽക്കുന്ന ഫാമിലിക്കും ഫ്രണ്ട്സിനും ഫാമിലി മെയിനാണ്. എൻ്റെ അച്ഛനും അമ്മയും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വളരെ സപ്പോർട്ടീവാണ്. അപ്പം നമ്മുടെ അവിടെ പോയതിന് 3 സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന് നമുക്ക് അവിടെ പോയതിന് ഫസ്റ്റ് പൊസിഷൻ കിട്ടിയതിന് സർട്ടിഫിക്കറ്റ് കിട്ടി. പിന്നെ ഒരു പങ്കെടുത്തതിനുള്ള പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയായിരുന്നു. പിന്നെ അതായത് ഇതിൻ്റെ സെക്കൻഡ് ലെവൽ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ജയ്പൂരാണ്. അപ്പം നമുക്ക് അവിടെ പോകാനായിട്ട് ഒരു സാങ്ഷൻ പോലെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ എവറസ്റ്റ് എന്നൊരു കമ്പനിയുടെയാണ്. അപ്പം ഇതിൽ ഇങ്ങനെ കുറേ അവരുടെ കറിയും മസാല പൗഡേഴ്സൊക്കെ ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് നമുക്കൊരു ഫസ്റ്റ് പൊസിഷൻ എന്നും പറഞ്ഞുകൊണ്ടൊരു ട്രോഫിയൊക്കെ കിട്ടിയിട്ടുണ്ട്. വളരെ സന്തോഷമായിരുന്നു. എനിക്ക് ആ സ്റ്റേജിൽ കയറാൻ പറ്റുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചതല്ല. അപ്പോൾ ഈ ഒരു ഹാമ്പർ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ പൊട്ടിക്കുകയാണ്. ഇത് അഴിക്കുവാണേ. അപ്പം നമുക്കിത് ഓപ്പണാക്കി കാണിച്ചു തരാം കേട്ടോ. ഇത് കെട്ടയക്കാൻ പറ്റുന്നില്ല. നമുക്ക് കത്തി കൊണ്ട് മുറിക്കാം. ഓക്കെ ഗായ്സ്, ഇതിലെന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു തരാം. കസൂരി മേത്തിയുണ്ട്, റെഡ് ചില്ലി പൗഡർ ഉണ്ട്. എല്ലാം എവറസ്റ്റ് ബ്രാൻഡിൻ്റെ തന്നെ കേട്ടോ. പിന്നെ ഷാഹി പനീർ മസാലയുണ്ട്, ഷാഹി ബിരിയാണി മസാലയുണ്ട്, ഗരം മസാലയുണ്ട്, എഗ് കറി മസാലയുണ്ട്, പിന്നെ ചോള മസാലയുണ്ട്. അതായത് നമ്മുടെ ഈ കടലയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടാൻ പറ്റും. പിന്നെ പാവ് ബജി മസാല, പിന്നെന്താണ് ഫിഷ് കറി മസാല, ചിക്കൻ 65 കബാബ് മസാല, ചാറ്റ് മസാലയുണ്ട്, പിന്നെ നമ്മുടെ ക്യുമിൻ പൗഡർ ഉണ്ട്. അങ്ങനെ 2, 4, 6, 8, 10, 12 ടൈപ്പ് മസാലാസ് തന്നെയുണ്ട്.
പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്. അപ്പോൾ 13 ഐറ്റം നമുക്കിതിൽ ഈ ഒരു ഹാമ്പറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കണ്ടക്ട് ചെയ്ത സെൻറ്റ് ജോസഫ് കോളേജിലായാലും ഇത് പങ്കെടുക്കാൻ നമ്മളവിടെ അറിയിച്ച നമ്മുടെ ജോഷി സാറിനായാലും എല്ലാവർക്കും വളരെ ബിഗ് താങ്ക്സ്. പിന്നെ നമുക്കിതിന് പങ്കെടുക്കാനായിട്ട് അനുമതി തന്ന നമ്മുടെ പ്രിൻസിപ്പളും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.